അവരൊക്കെ ചിത്രത്തിലുണ്ടായിട്ട് പുതിയ വാർത്തയുമായിട്ട് കൂടെ ചേരുന്നുണ്ട്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. പിടിയിലായത് 3ാം വർഷ വിദ്യാർത്ഥി അനുരാജ് ആണെന്നുള്ള വിവരവുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, കഴിഞ്ഞ ദിവസം 2 പേർ പിടിയിലായി, അതിന് മുൻപ് ഒരാൾ പിടിയിലായി, ആകാശ്, KCU നേതാവ്. ഇന്നലെ KCUവിൻ്റെ തന്നെ അന്ന് ഓടിയ 2 പേർ, ഷാലിക്കും, അതായത് യൂണിറ്റ് സെക്രട്ടറി ഷാലിക്ക്, അതിന് പിന്നാലെ ആഷിക്കും പിടിയിലായി. ഇപ്പോൾ അനുരാജ് എന്ന 3ാം വർഷ വിദ്യാർത്ഥിയാണ് പിടിയിലായിരിക്കുന്നത്. എന്താണ് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അനുരാജുമായി ബന്ധപ്പെട്ട്? അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നയാളാണോ അനുരാജ്? സിജു, ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ 3ാം വർഷ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയാണ് അനുരാജ്. പോലീസ് പറയുന്നതനുസരിച്ച് ഈ അനുരാജാണ് കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് പണം ശേഖരിച്ച് കൈമാറുക. ആ റോളാണ് ഈ അനുരാജ് നിർവഹിച്ചത് എന്നാണ് പറയുന്നത്. അതായത് നേതാവായ ഷാലിക്കും ആഷിക്കും ഒക്കെ പുറത്തു നിന്ന് കഞ്ചാവ് ശേഖരിച്ച് ഈ ക്യാമ്പസിലേക്ക് എത്തിക്കുന്നു. ആ കഞ്ചാവിന് വാങ്ങിയ തുക മറ്റ് കഞ്ചാവ് ആവശ്യമുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ആ തുക ശേഖരിച്ച് ഇവർക്ക് കൈമാറുന്നത്, ഈ പണം ഇവർക്ക് കൈമാറുന്നത് അനുരാജാണ്. അതാണ് അനുരാജ് വഹിച്ച പങ്ക് എന്നാണ് പറയുന്നത്. അതായത് ഇവരെല്ലാം ഈ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ ഷാലിക്കും ആഷിക്കും പുറത്തു നിന്ന് കഞ്ചാവ് കൊണ്ടുവരുന്നത്, അത് പുറത്തു നിന്ന് ഇതര സംസ്ഥാനക്കാരിൽ നിന്നും ഈ ലഹരി മാഫിയകളിൽപ്പെട്ടവരിൽ നിന്നും ഒക്കെയാണ് ഈ കഞ്ചാവ് ശേഖരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ 4 കിലോ കഞ്ചാവാണ് ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ആ കഞ്ചാവിനുള്ള പണം 4 കിലോ എന്ന് പറയുന്നത് ഈ ഉമേഷ് അന്ന് പിടികൂടിയ 2 കിലോ, ആ 2 കിലോ പിടികൂടിയതിനോടൊപ്പം കൊണ്ടുവന്ന 2 കിലോ, അങ്ങനെ 4 കിലോ അന്നേ ദിവസം മാത്രം കൊണ്ടുവന്നത് അല്ലേ? ശരി, അതെ, അന്ന് 4 കിലോ കഞ്ചാവാണ് യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുവന്നത്. അതിലൊരു പ്രശ്നം 2 കിലോ മാത്രമാണ് ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 2 കിലോ എവിടെ എന്നത് സംബന്ധിച്ച് പോലീസിന് അന്വേഷണം തുടരുന്നുണ്ട്. അപ്പോൾ ഈ 4 കിലോ കഞ്ചാവ് ഈ പുറത്തു നിന്ന് വാങ്ങുന്നതിനായി പണം ശേഖരിച്ച് കൈമാറിയത് ഈ അനുരാജ് ആണ് എന്നാണ് പോലീസ് പറയുന്നത്. അനുരാജ് പണം ശേഖരിച്ച് ഈ ഷാലിക്കിനും ആഷിക്കിനും കൈമാറുന്നു. അത് അവർ പുറത്തു കൊണ്ടുപോയി ആ പണം കൊടുത്ത് ഈ 4 കിലോ കഞ്ചാവ് പുറത്തു നിന്ന് കൊണ്ടുവരുന്നു. അത് ഇവിടെ ഹോസ്റ്റലിലെത്തിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു. അങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെയാണ് പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അനുരാജിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. അനുരാജിന്റെ അറസ്റ്റ് പോലീസ് ഉടൻ തന്നെ രേഖപ്പെടുത്തും, തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. മാത്രമല്ല മറ്റ് പലരും, ഈ വിദ്യാർത്ഥികളടക്കം മറ്റ് പലരും നിലവിൽ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ടായാൽ പിടിയിലായതിൽ, അതായത് ഈ കണ്ണികൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അനുരാജ് ആണ് ഈ പുറത്തു നിന്നുള്ള വിദ്യാർത്ഥി, അതായത് ഈ ആഷിക്കും ഷാരിക്കും നൽകുന്ന പണം ഈ കഞ്ചാവ് നേരിട്ട് നൽകുന്ന ആൾക്ക് കൊടുക്കുന്നത് അനുരാജാണ് അല്ലേ? ഈ ആവശ്യമുള്ളവർ വന്ന് ആകാശിൻ്റെ മുറിയിലെത്തി കഞ്ചാവ് മേടിച്ചുകൊണ്ട് പോകുന്നത് ചെറിയ പാക്കറ്റുകളിലായി മേടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ വലിയ തരത്തിലുള്ള പണമിടപാട് നടക്കുന്നത് അനുരാജ് വഴിയാണ്, അങ്ങനെയല്ലേ? അതെ, പണമിടപാട് നടക്കുന്നത് അനുരാജ് വഴി. അതായത് ഇവിടെ എവിടെയാണ് കഞ്ചാവ് എന്നുള്ള കാര്യം ഇവർ പരിശോധിക്കുന്നു. അത് പുറത്ത് ഈ ലഹരി മാഫിയയുടെ കൈവശം ആവശ്യമുള്ള കഞ്ചാവ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ആർക്കൊക്കെയാണോ കഞ്ചാവ് വേണ്ടത് അവരിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന നടപടി ഈ അനുരാജ് നിർവഹിക്കും. അങ്ങനെ സ്വരൂപിക്കുന്ന ഈ തുക ഈ ഷാലിക്കിനും ആഷിക്കിനും കൈമാറും. ആ തുക കൊണ്ടാണ് അവർ പുറത്തുപോയി ഈ കഞ്ചാവ് ഇവരിൽ നിന്ന് നേരിട്ട് വാങ്ങി തിരികെ ഹോസ്റ്റലിൽ എത്തിച്ച് ഈ അനുരാജ് വഴി തന്നെ ഇത് വിതരണം ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതെല്ലാം ഈ നേരത്തെ പിടിയിലായ ഷാലിക്കിന്റെയും ആഷിക്കിന്റെയും ഒക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ ഓരോ പേരുകളിലേക്ക് പോലീസ് എത്തുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനുരാജിലേക്കും എത്തിയത്. ഇനിയും നിരവധി പേരുടെ പേര് വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അത് ആരൊക്കെ എന്തൊക്കെയെന്നുള്ളത് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നില്ല. കാരണം അവരുടെയൊക്കെ ആൾക്കാർക്കൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ പിടിയിലായ വിദ്യാർത്ഥികളൊക്കെ ഇത് പുറത്തുനിന്ന് ഭായിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് എന്ന ഒറ്റ വരിയിൽ ഇവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് പോലീസിന് കണ്ടെത്തുക പ്രയാസമാണ്. അതുകൊണ്ട് പലരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഈ കൂടുതൽ കണ്ണികളിലേക്ക് എത്താതിരിക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അടക്കം പേര് പറയുന്നുണ്ട് എന്ന സൂചന കൂടി പോലീസ് പറയുന്നുണ്ട്. ഒരുപക്ഷെ മലയാളികളടക്കമുള്ളവർ ഇതിന്റെ ഭാഗമായി വരാം. ആ കണ്ണികൾ മുറിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ കുട്ടികൾ ഇങ്ങനെ പറയുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. നിലവിൽ ഓരോരുത്തരെയായി പോലീസ് പിടികൂടുന്നു. പുറത്തു വന്ന പേരുകളിൽ നിന്ന് ഈ ആകാശിന്റെ മുറിയിൽ നിന്ന് ഓടി എന്ന് പറയുന്ന 2 പേരുണ്ട്, ഒരു ആദിലും അനന്തും. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടോ എന്തെങ്കിലും? നിലവിൽ അവർക്ക് ഇതിൽ ഏതെങ്കിലും പങ്കാളിത്തം ഉള്ളതായി പോലീസ് പറയുന്നില്ല. പക്ഷെ എല്ലാവരും നിരീക്ഷണത്തിലാണ് എന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പറയുന്നുണ്ട്. ഈ പുറത്തു വന്ന പേരുകൾ അത് ആരൊക്കെയാണോ അവരെല്ലാം നിരീക്ഷണത്തിലാണ്. ഓരോരുത്തരുടെയും പങ്കാളിത്തം വ്യക്തത വരുമ്പോഴാണ് അവരുടെ നടപടിയിലേക്ക് പോകുന്നത്.
നിലവിൽ ആദിൽ അനന്തു അവരുടെ ഒരു പങ്കാളിത്തം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പക്ഷെ എല്ലാവരും നിരീക്ഷണത്തിലാണ്. നിലവിൽ പിടികൂടിയവർക്കെതിരെ കൃത്യമായ അവരുടെ പങ്ക് തെളിയിക്കുന്ന കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ അനുരാജ് പണം സ്വരൂപിച്ച് കൈമാറി ആ തിരിച്ചെത്തിക്കുന്ന കഞ്ചാവ് അനുരാജ് തന്നെയാണ് ആകാശിന്റെ മുറിയിലേക്ക് ഈ 4 കിലോ കഞ്ചാവ് എത്തിച്ചത് എന്നും പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായ റോൾ ഇതിലുണ്ട്. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെയായി പോലീസ് എത്തിപ്പെടുന്നത്. ഇത് എവിടം കൊണ്ട് നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സൂചനകളും അങ്ങനെ തന്നെയാണ്. കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തും. കൂടുതൽ അറസ്റ്റും ഉണ്ടാകും. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. അനുരാജ് എന്ന 3-ാം വർഷ വിദ്യാർത്ഥിയാണ് പിടിയിലായിരിക്കുന്നത്. വലിയ ആളുകളിൽ നിന്ന്, അതായത് കഞ്ചാവ് കച്ചവടക്കാരിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിന് ഇടനിലക്കാരനായി നിന്ന പൈസ കൊടുത്തിരുന്ന ആളാണ് അനുരാജ് എന്നുള്ള വിവരങ്ങളാണ് ഉമേഷ് പങ്കുവച്ചത്.